നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വടകരയിൽ കേന്ദ്ര സേനയെ ഇറക്കണം. CPM-നെ ഞെട്ടിച്ചുകൊണ്ട് നിർണായക നീക്കവുമായി ഷാഫി പറമ്പിൽ. ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷാഫി. ലക്ഷ്യം ഒന്നു മാത്രം: CPM-ന്റെ കള്ളവോട്ട് തടയണം. CPM കള്ളവോട്ട് കൊണ്ട് കളം നിറയുമെന്ന് കോൺഗ്രസിന് അറിയാം. അതിനൊരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി. മരിച്ചുപോയവരുടെയും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെയും പേരുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ CPM കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി ഹർജിയിൽ ആരോപിച്ചു. ബൂത്തിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരിലും അവിടേക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലും ഭൂരിഭാഗം പേരും CPM-നോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെന്ന് ഹർജിയിൽ പറയുന്നു. ഇവർ കള്ളവോട്ടിന് സഹായം ചെയ്തു കൊടുക്കുന്നു. മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തുകളിലും വോട്ടിംഗ് നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും ഷാഫി ആവശ്യപ്പെടുന്നു. ബൂത്തുകളിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്നും ആവശ്യമുണ്ട്. ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായ അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാറാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇടതുപക്ഷത്തിനു വേണ്ടി CPM നേതാവും മുൻ മന്ത്രിയുമായ KK ശൈലജയാണ് വടകരയിൽ മത്സരിക്കുന്നത്. CPM പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിലിരിക്കുന്നവർ സമ്മതിക്കാറില്ല. മാത്രമല്ല, മണ്ഡലത്തിൽ തന്നെയുള്ള പാനൂരാണ് ബോംബ് സ്ഫോടനമുണ്ടായിട്ടുള്ളത്. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഷാഫി ഹർജിയിൽ പറയുന്നു. ഭയം കൂടാതെ വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഇതിനായി വടകര മണ്ഡലത്തിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് ആരോപിച്ച് അവിടെ നിന്നുള്ള UDF പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആകെയുള്ള 13,93,134 വോട്ടർമാരിൽ 1,61,237 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ആരോപിക്കുന്നു. എന്തായാലും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥികൾ. പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ടിന് പഞ്ഞമില്ലല്ലോ. വടകര പിടിക്കാൻ എന്ത് നാറിയ കളിയും CPM കളിക്കും. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഇടതും വലതും മോശക്കാരല്ല. വടകരയിൽ CPM എന്തടവാണ് പുറത്തെടുക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മുഴം മുന്നേ എറിയുകയാണ് UDF. വടകരയിൽ ഇടതു വലതിന്റെ ശക്തമായ പോരാട്ടം അരങ്ങേറുന്ന മണ്ഡലമാണ്. എങ്ങനെയും മണ്ഡലം പിടിച്ചെടുക്കാൻ ഇരുവരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. പാലക്കാട് നിന്ന് ഷാഫി എത്തിയത് വടകര പിടിക്കാൻ തന്നെയാണെന്ന് UDF വലിയ വാദം മുഴക്കുന്നുണ്ട്. ശൈലജ പാട്ടും പാടി ജയിക്കുമെന്ന് CPM-ഉം. എന്നാൽ CPM-നെ ഭയം തന്നെയാണ് വലതിന്. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കുന്നത് അതുകൊണ്ടാണ്. CPM-ൽ നിന്ന് വേറെ ഏത് നേതാവും മത്സരത്തിന് നിന്നിരുന്നുവെങ്കിലും വലതിന് ഇത്ര ഭയം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ശൈലജ ടീച്ചർ ആയതാണ് വലതിന്റെ ഭയം. ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ജനകീയ നേതാവ് തന്നെയാണ് KK ശൈലജ. ഇതിനിടെ ഷാഫിക്കിട്ടും ഒരു വലിയ പണി ശൈലജ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. വ്യാജ പ്രചരണങ്ങളിലൂടെ UDF വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിലിനെതിരെ KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. KK ശൈലജയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് സമർപ്പിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ആരോപിക്കുന്നു. മതപണ്ഡിതൻ AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമം നടക്കുന്നു. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞതെന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിന്റെ പേരിൽ വ്യാജ വാർത്താ കാർഡ് പുറത്തിറക്കി. ഇത്തരമൊരു പ്രസ്താവന പരാതിക്കാരി നടത്തിയിട്ടില്ല എന്നും മാതൃഭൂമി ഓൺലൈൻ ഇപ്രകാരം കാർഡ് ഇറക്കിയിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു. ചില ഫോട്ടോകളിൽ ആളുകളെ അടർത്തി മാറ്റി ചില വ്യക്തികളെ ചേർത്ത് വെച്ച് വ്യാജ നിർമ്മിതിയും പ്രചാരണങ്ങളും സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചും ചില ഭാഗങ്ങൾ ദുഷ്ടലാക്കോടെ അടർത്തി മാറ്റിയും വ്യാജ പ്രചാരണം നടക്കുകയാണ്. സ്വകാര്യ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി പ്രചരിപ്പിച്ച് മുസ്ലിം വിരുദ്ധതയാക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ അശ്ലീല ചുവയോടെ പ്രചരിപ്പിച്ചു.
ശൈലജയെ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി അപഹസിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. വോട്ടർമാരെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരെ തെറ്റായി സ്വാധീനിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ UDF സ്ഥാനാർത്ഥി നടത്തുന്നുവെന്നും ആരോപിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി P. രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ അശ്ലീല സൈബർ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്നു. ലോകത്തിനാകെ മാതൃകയായെന്ന് ഐക്യരാഷ്ട്രസഭയടക്കം വിശേഷിപ്പിച്ചിട്ടുള്ള കേരളത്തിന്റെ കോവിഡ് മാനേജ്മെന്റ് കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു KK ശൈലജ ടീച്ചർ. നിപ്പ പോലെ ഏറെ ആപത്ത് വരുത്തുമായിരുന്ന വിപത്ത് കേരളം പ്രാരംഭഘട്ടത്തിൽ തടഞ്ഞു നിർത്തുമ്പോഴും ആരോഗ്യമന്ത്രി സഖാവ് ശൈലജ ടീച്ചറായിരുന്നു. കോവിഡ് മരണം നിയന്ത്രിക്കുന്നതിൽ രാജ്യം വലിയ പരാജയമായിരുന്നപ്പോൾ പോലും കേരള മോഡൽ കോവിഡ് മാനേജ്മെന്റ് ലോക ശ്രദ്ധയാകർഷിച്ചു. രാജ്യാന്തര തലത്തിൽ കേരള മാതൃക കോവിഡ് നിയന്ത്രിക്കാൻ സഹായകമാണെന്ന് വിലയിരുത്തപ്പെട്ടു. ആരോഗ്യരംഗം വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ആർദ്രം പദ്ധതിയും ഹൃദ്യം പദ്ധതിയുമെല്ലാം നടപ്പിലാക്കപ്പെടുന്നത്. ശൈലജ ടീച്ചർക്ക് കീഴിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം ആരോഗ്യരംഗത്ത് കേരളം കാഴ്ചവെച്ചപ്പോൾ സ്വന്തം കുടുംബാംഗത്തിനെന്ന പോലെയുള്ള സ്വീകരണങ്ങളാണ് മലയാളികൾ ശൈലജ ടീച്ചർക്കായി ഒരുക്കിവെച്ചത്. മട്ടന്നൂരിൽ നിന്ന് 2021 നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ആ നാട് നൽകിയതും ഇതിന്റെ തുടർച്ചയാണ്. ആ ശൈലജ ടീച്ചറെ അശ്ലീല പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യയുക്തിക്ക് ഒട്ടും നിരക്കാത്ത മോശം വാക്കുകൾ കൊണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ തേജോവധം ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. പല ആവർത്തിയായി ശൈലജ ടീച്ചർക്കെതിരെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസ് നടത്തിവരികയാണ്. പുരോഗമന സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം ചെയ്തികളിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കാതിരിക്കുന്നതിനാലാണ് തുടർച്ചയായ അശ്ലീല സൈബർ ആക്രമണങ്ങൾ അവരുടെ അണികൾ അഴിച്ചുവിടുന്നത്. ഇതിനെ അതിശക്തമായി അപലപിക്കുന്നു. ഈ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ടീച്ചർക്കൊപ്പം നിലകൊള്ളും. കോൺഗ്രസിന്റെ സൈബർ അശ്ലീല സംഘത്തെ ഒറ്റപ്പെടുത്തുമെന്നും P. രാജീവ് പറഞ്ഞു. എന്തായാലും ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും നേർക്കുനേർ പോരിലാണ്. വടകരയിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഓരോ മലയാളിയും കാത്തിരിക്കുന്നത്. കാരണം ശ്രദ്ധേയമായ, അതായത് ചൂടേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വടകര. പിടിച്ചെടുക്കാൻ CPM എന്തും ചെയ്യും. കാരണം TPയുടെ പേരിൽ CPMന്റെ കൈകളിൽ നിന്ന് പോയ മണ്ഡലമാണ് വടകര. അത് പിടിച്ചെടുക്കുക എന്നത് CPMന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നത് UDFന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് വടകരയിൽ എന്തും സംഭവിക്കാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ കള്ളവോട്ടിന്റെ പേരിൽ CPMനെതിരെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് വലിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പാനൂരിൽ അപകടം നടന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഷാഫി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വടകരയിൽ എന്തും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.